മാന്യ ന്യൂസ് ബീൽഡ് പ്രേക്ഷകർക്ക് സ്വാഗതം. നമ്മൾ ആശുപത്രിയിൽ പോകാത്തവർ വളരെ അപൂർവമാണ്. ചെറുപുഴയിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിലെത്തിയാൽ എന്നും ചിരിച്ചുകൊണ്ട് നിൽക്കുന്നൊരു മുഖം നമ്മൾ കാണാറുണ്ട്. അദ്ദേഹം മണ്ഡപം സ്വദേശിയാണ്. വർഷങ്ങളായി ആശുപത്രി അഡ്മിനിസ്ട്രേഷൻ രംഗത്ത്, ഫാർമസിസ്റ്റ് ആണെങ്കിലും അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് നിൽക്കുകയും ശരിക്ക് ഒരു അതിഥികളെ സൽക്കരിക്കുന്ന രീതിയിൽ ആശുപത്രിയിൽ വരുന്ന ആളുകളെ സ്വീകരിക്കുന്ന സജി സാറിനെയാണ് നാം ഇന്ന് പരിചയപ്പെടുത്തുന്നത്. സാർ നമസ്കാരം. നമസ്കാരം. വിവരങ്ങളൊക്കെ നമുക്ക് സാറിനോട് ചോദിച്ച് മനസ്സിലാക്കാം. സാർ എത്ര വർഷമായി ഈ ഫീൽഡിൽ? ഞാൻ ടോട്ടൽ ഞാൻ ഈ ആരോഗ്യ മേഖലയിൽ വന്നിട്ട് ഇപ്പോൾ 32ാമത്തെ വർഷമാണ്. അഡ്മിനിസ്ട്രേഷൻ മേഖലയിൽ ഇത് 15ാമത്തെ വർഷമാണ്. 3 പതിറ്റാണ്ട് കാലം ആരോഗ്യ മേഖലയിൽ പ്രവർത്തിച്ചൊരു വ്യക്തി. ചിലപ്പോൾ ചെറുപുഴയിൽ തന്നെ വളരെ അപൂർവമായിരിക്കാം. സാർ, ഈ 3 പതിറ്റാണ്ട് കാലം എന്ന് പറയുന്നത് 32 വർഷമായി. അന്ന് ഇപ്പം രോഗങ്ങളൊക്കെ പുതിയ രോഗങ്ങൾ, കൊറോണ പോലെയുള്ളതും പുതിയ രോഗങ്ങൾ, ഇത് പിന്നെ അതുപോലെ മുണ്ടിനീരുകൾ വ്യാപിക്കുന്നു. പണ്ടൊക്കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മുണ്ടിനീരൊന്നും ആശുപത്രി പോകാറില്ല, പച്ചമരുന്നൊക്കെയാണ് ചെയ്യുക. ആ ഒരു കാലഘട്ടത്തിൽ നമ്മൾ ഇവിടെ വന്നു. അപ്പൊ ഈ പുതിയ രോഗങ്ങളും പുതിയ ആളുകളെ കുറിച്ചും സാർ കുറെ കാലങ്ങളായത് ഇതറിയാലോ, പറഞ്ഞല്ലോ. 2 കാര്യങ്ങളാണല്ലോ. ഒന്ന്, നമുക്ക് രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെട്ടതാണ് പ്രധാനപ്പെട്ട കാരണം. രോഗപ്രതിരോധ ശേഷി കുറഞ്ഞു വരികയാണ്. ഞാനൊക്കെ ആരോഗ്യ മേഖലയിൽ വരുന്ന കാലഘട്ടത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 3-4 ഹോസ്പിറ്റലുകൾ ഉണ്ടാകും. 3-4 ഹോസ്പിറ്റലിൽ വിരലിൽ എണ്ണാമത്തെ അഡ്മിഷൻ മാത്രമേ ഉണ്ടാവുന്നുള്ളൂ. അത്രമാത്രം ബാക്കിയെല്ലാം OP ബേസിൽ തന്നെ ചികിത്സയിൽ 3 ദിവസത്തെ മരുന്നും കൊണ്ട് ഭേദമാകുന്ന കേസുകളുണ്ടായിരുന്നു. പക്ഷേങ്കിൽ പിന്നീട് ഓരോരോ വർഷം കഴിയുമ്പോൾ ആശുപത്രികളുടെ എണ്ണം കൂടുന്നു, ആശുപത്രി റൂമുകളുടെ എണ്ണം കൂടുന്നു, ആശുപത്രിയിൽ അഡ്മിറ്റായിട്ട് ചികിത്സിക്കേണ്ട എണ്ണം കൂടുന്നു. ഞങ്ങൾ ആദ്യ കാലത്ത് എന്ന് പറഞ്ഞാൽ 3-4 ഇഞ്ചക്ഷൻസ് മാത്രമേ അന്ന് വിപണിയിൽ പോലും ഉണ്ടായിരുന്നുള്ളൂ. ഇഞ്ചക്ഷൻസ് വളരെ അപൂർവമായിട്ട് ഉപയോഗിക്കുന്നുള്ളൂ. ഇന്ന് വരുന്നതിൽ നല്ലത് 50% രോഗികൾക്ക് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻസ്, അതേപോലെ ആശുപത്രി വാസത്തിൻ്റെ എണ്ണവും കൂടി. ഇതെല്ലാം ഒറ്റ കാരണമുള്ളൂ, ഇത് രോഗപ്രതിരോധ ശേഷി കൂടി കുറഞ്ഞുപോയി എന്നുള്ളത്. മരുന്നുകൾക്കും വിലയും മരുന്നുകളുടെ വില പിന്നെ നേരത്തെ ഒരു 3 ഇരട്ടി അല്ലെങ്കിൽ 4 ഇരട്ടി വർദ്ധിച്ചിട്ടുണ്ട്. ആരോഗ്യ മേഖലയിൽ ഇപ്പം പിന്നെ നമുക്ക് താങ്ങാൻ മേലാത്ത ഒരു ചെലവ് ഉണ്ടായിരിക്കുന്നതിന് അതിന് ഒരു കാരണം എന്ന് പറഞ്ഞാൽ പിന്നെ മരുന്ന് കമ്പനികളുടെ, ബഹിരാഷ്ട്ര കുത്തകളായിട്ടുള്ള മരുന്ന് കമ്പനികളുടെ ഇടപെടൽ തന്നെയാണ്. അതാണ് പ്രധാന കാരണം. അവർക്ക് ഇതിൻ്റെ പ്രൊമോഷന് വേണ്ടി, ഈ മരുന്നുകളുടെ പ്രൊമോഷന് വേണ്ടി ധാരാളം പൈസ ചിലവാക്കേണ്ടതുണ്ട്. അതുകൊണ്ട് അത് നമ്മളിൽ നിന്ന് ഈടാക്കിയിട്ട് അവർ ചിലവാക്കുന്നു. സാർ, ഈ അഡ്മിനിസ്ട്രേഷൻ രംഗത്ത് 15 വർഷമായി എന്ന് പറഞ്ഞു. അപ്പോൾ ആ ഒരു കാലഘട്ടത്തിൽ സാറിന് പല അനുഭവങ്ങളുണ്ട്. കാരണം ആശുപത്രിയിൽ വരുന്നത് സാധാരണക്കാരല്ല. ഒരു രോഗിയെയും കൊണ്ടുവരുന്നവനായിരിക്കാൻ, രോഗിയായിട്ട് വരുന്നവനായിരിക്കും. ഈ 2 ആളുകളുടെയും മാനസികാവസ്ഥ വല്ലാത്ത അവസ്ഥയിലാണ്. ഇപ്പം ഒരാൾ വരുന്നുണ്ടെങ്കിൽ അവൻ ഏത് രൂപത്തിലാണ് വരുന്നത് പറഞ്ഞു. പക്ഷെ ഇവരെയൊക്കെ തിരിച്ചുകൊണ്ട് നേരിടുന്ന ഒരു സ്വഭാവം അത് തന്നെയാണ് ഞങ്ങൾ നിങ്ങളെ പരിചയപ്പെടുത്താനുണ്ടായ കാരണമാണ്. അപ്പം അതിനെക്കുറിച്ച്, കാരണം ഈ വരുന്ന ആളുകളുടെ സ്വഭാവത്തെക്കുറിച്ചും പിന്നെ സാറിനുണ്ടായ ഒരു എന്തെങ്കിലും അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങളുണ്ടോ മോശം അനുഭവങ്ങളുണ്ടോ, അതൊന്ന് എക്സ്പ്ലെയിൻ ചെയ്ത് തരും. ഞാൻ പറഞ്ഞില്ലേ, ഞാൻ എൻ്റെ ഒരു 20കളുടെ ആരംഭത്തിൽ തന്നെ ഈ ഹോസ്പിറ്റൽ മേഖലയിൽ ഈ ആരോഗ്യ മേഖലയിൽ വന്ന ഞാൻ കാഞ്ഞങ്ങാട് ഒരു ഹോസ്പിറ്റലിൽ പ്രവർത്തിച്ച് തുടങ്ങുമ്പോൾ എനിക്ക് അന്ന് കിട്ടിയ ട്രെയിനിങ് ഉണ്ട്. ഡോക്ടർമാരുടെ അന്ന് വളരെ പക്വതയുള്ള വലിയ സീനിയർ ഡോക്ടേഴ്സായിരുന്നു. അവർ രോഗികളോട് ഇടപെടുന്ന രീതി എന്ന് പറഞ്ഞാൽ ഭയങ്കര, കാരണം അവരുടെ സ്വന്തം അച്ഛൻ, മകൻ, അങ്ങനെ ആ ഒരു രീതിയിൽ ഫാമിലി ഡോക്ടർ കൺസെപ്റ്റും കൂടെ ആയിരുന്നു അന്നേരം. ഓരോ ഡോക്ടറുടെ പേരും ഓരോ രോഗിയുടെ പേരും ഡോക്ടർക്ക് അറിയാം, കയറി വരുമ്പോൾ തന്നെ അറിയാം. ഇത് കണ്ട് നമ്മളും ആ രീതി ഇങ്ങനെ പതുക്കെ നമ്മളുടെ പ്രവർത്തന ശൈലിയിലേക്ക് മാറ്റി എന്നുള്ളതാണ് പ്രധാന കാരണം. കാരണം തീർച്ചയായിട്ടും അത് ശരി. അപ്പം സാറിന് ഇപ്പൊ ഇവിടെ ചെറുപുഴ തന്നെ ഏകദേശം 15 കൊല്ലമായിട്ടുണ്ടോ? അപ്പൊ അതിന്റെ ഒരു അനുഭവം ഉണ്ടല്ലോ. നല്ലതുണ്ടോ മോശമുണ്ടോ? എന്തൊരു മോശം അനുഭവങ്ങൾ വളരെ ചുരുക്കമായിട്ട് ഉണ്ടായിട്ടുള്ളൂ. അത് ഉണ്ടാവും സാധാരണ. നമ്മൾ ഇത്രമാത്രം ഇടപെടുന്നത് മോശമായ അനുഭവങ്ങൾ, നല്ല അനുഭവങ്ങൾ ധാരാളം ഉണ്ടായാൽ. പക്ഷെ ഇവിടെ വരുന്ന ഓരോ രോഗികളും ഞാൻ കാണുന്നത് അവരെ എൻ്റെ സഹോദരൻ, സഹോദരി, അല്ലെങ്കിൽ അച്ഛൻ, അമ്മ, അല്ലെങ്കിൽ മകൻ, ഈ രീതിയിലാണ് കാണുന്നത്. അതുകൊണ്ടാണ് എനിക്ക് കൃത്യമായിട്ട് അങ്ങനെ പെരുമാറാൻ പറ്റുന്നത്. അങ്ങനെ അല്ലാതെ ഒരു രോഗിനെ ഞാനിവിടെ കണ്ടില്ല. ഒരു ബൈസ്റ്റാൻഡർ കാണാതെ ഏറ്റവും അധികം ടെൻഷൻ അനുഭവിച്ചിരുന്ന രോഗിയല്ല, ബൈസ്റ്റാൻഡർ. അയാൾക്ക് ജോലിയെപ്പറ്റി നോക്കണം, അയാളുടെ അന്നത്തെ വരുമാനത്തെപ്പറ്റി നോക്കണം, ഇയാൾ ഇവിടെ നിൽക്കുന്നതിനെ പറ്റി നോക്കണം, ചികിത്സേനെ പറ്റി ഓർക്കണം, ഇവിടെ ചെലവഴിക്കുന്ന സമയത്തെ പറ്റി നോക്കണം. അയാൾ
ധാരാളം മിക്കവാറും അയാളായിരിക്കും രോഗിയേക്കാളും വലിയ രോഗിയെന്ന് എനിക്ക് പലരും തോന്നുന്നു. അത്രമാത്രം ടെൻഷൻ അനുഭവിച്ചിരുന്ന ബൈസ്റ്റാൻഡേഴ്സ്. ചെറുപുഴയിലെ ഒരു പ്രമുഖ ഹോസ്പിറ്റലിൻ്റെ അഡ്മിനിസ്ട്രേറ്ററായ അദ്ദേഹത്തിന് ആയുരാരോഗ്യ സൗഖ്യം നേർന്നുകൊണ്ട് നന്ദി അറിയിക്കാം.